വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ ജാതി പൂച്ചയ്ക്ക് മണികെട്ടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് റാപ്പർ വേടൻ. വിവാദങ്ങൾ കലാജീവിതത്തെ ബാധിക്കില്ലെന്നും അംബേദ്കറെ വായിച്ചാണ് തന്റെ രാഷ്ട്രീയം രൂപപ്പെട്ടത് എന്നും വേടൻ പറഞ്ഞു. ന്യൂസ് മലയാളം ഹലോ മലയാളത്തിലായിരുന്നു വേടന്റെ പ്രതികരണം. ഹലോ മലയാളത്തിലൂടെ തന്റെ പുതിയ ഗാനവും വേടൻ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാവുക എളുപ്പമല്ല. 2020 നീർനിലങ്ങളിൽ ഉടമയാരടിമയാരെന്ന് ചോദിച്ച് മലയാളികളുടെ സ്വീകരണ മുറിയിലേക്കും കാതുകളിലേക്കും എത്തിയ ശബ്ദം. വിവാദങ്ങൾക്കിടയിലും മനസ്സ് തുറന്ന് ന്യൂസ് മലയാളം ഹലോ മലയാളത്തിൽ വേടനെത്തി. തന്റെ ജീവിതം പോരാട്ടങ്ങളുടേത്. തുടർച്ചയായി ഉയരുന്ന വിവാദങ്ങളിൽ താൻ തളരില്ല. താൻ പറയുന്ന രാഷ്ട്രീയവും വിവാദങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കേരളത്തിലെ ജാതിപ്പൂച്ചയ്ക്ക് മണികെട്ടുന്നതിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെന്നും വേടൻ ഹലോ മലയാളത്തിലൂടെ പറഞ്ഞു. അത് നാച്ചുറലി എനിക്ക് അതാണ് എഴുതാൻ വരുന്നത്. അപ്പം അത് പിന്നെ അതൊരു കേരളത്തിലെ ജാതിപ്പൂച്ചയ്ക്ക് മണികെട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അതിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമായി നിലനിൽക്കണമെങ്കിൽ രൂഢമൂലമായി നിൽക്കുന്ന ജാതിയെ ഇല്ലാതാക്കണം. അതിനൊരു കരുവായി മാറുക എന്നതാണ് തന്റെ കടമ. അനുഭവങ്ങളും വായനയുമാണ് തന്റെ എഴുത്തിനെ സ്വാധീനിക്കുന്നത്. അംബേദ്കറെ വായിച്ചാണ് തന്റെ ഉള്ളിലെ രാഷ്ട്രീയം ഉടലെടുത്തതെന്നും സമത്വമാണ് തന്റെ രാഷ്ട്രീയമെന്നും വേടൻ പറഞ്ഞു. ഞാനൊരു സമത്വവാദിയാണ്. ഞാൻ എല്ലാവരും ഒന്നാണെന്ന് വിചാരിക്കുന്ന ആളാണ്. റിലീസാവാനിരിക്കുന്ന തന്റെ ഏറ്റവും പുതിയ ഗാനം വേടൻ ന്യൂസ് മലയാളത്തിലൂടെ സന്തോഷത്തോടെ പ്രേക്ഷകരിലേക്ക്. മാണിക്കത്തെ ഒരു മാണിക്കത്തെ നീ കണ്ടില്ല എന്ന് നടിക്കല്ലേ, അത് മാണിക്യം തന്നെ എന്ന് അറിയുമ്പോ മനസ്സിന്റെ ആഴത്തിലോ അന്ന് മുറിയില്ലേ. താരകത്തെ ഒരു താരകത്തെ നീ കണ്ടില്ല എന്നങ്ങ് നടിക്കല്ലേ, ആ താരകം മാനത്ത് മറയുമ്പോ ഇരുട്ടില് വഴിയറിയാതെ നീ തുടിക്കില്ലേ. മാണിക്കത്തെ ഒരു മാണിക്കത്തെ. വിവാദങ്ങൾ ഒരുപാട് വേട്ടയാടി. പക്ഷേ ഇതൊന്നും തന്റെ കലാജീവിതത്തെ ബാധിക്കില്ലെന്ന് വേടൻ പറയുകയാണ്. സംസ്ഥാന പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷം. വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിലേക്ക് എത്തിയ വഴിയും പ്രേക്ഷകരോട് വേടൻ പങ്കുവച്ചു. ജെൻസി കുട്ടികൾ അരാഷ്ട്രീയവാദികളല്ല. അവർ അരാഷ്ട്രീയവാദികളാണെന്ന വാദത്തോട് യോജിക്കാൻ കഴിയില്ലെന്നും വേടൻ പറഞ്ഞു. ജെൻസി കുട്ടികൾക്കാർക്കും അവരെല്ലാവരും അരാഷ്ട്രീയവാദികളാണെന്നൊക്കെ പറയുന്നത് അതൊരു മോശം സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ അവൈലബിലിറ്റിയും ഉള്ള ഒരു സമയത്താണ്, ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ച് വായിക്കാനും പഠിക്കാനൊക്കെ പറ്റുന്നൊരു സമയത്തും കൂടിയാണ് ജീവിക്കുന്നത്. ആ ടെക്നോളജിയുടേതായിട്ടുള്ള എല്ലാ ഭവിഷ്യത്തുകളും ഉണ്ടെങ്കിൽ കൂടി പിള്ളേരൊക്കെ നല്ല അവയർഡാണ്. എല്ലാ കാര്യത്തെയും കുറിച്ച് പിള്ളേർക്ക് അറിയാം. അപ്പം അങ്ങനെ ജെൻസി പിള്ളേർ അത്ര മോശം പിള്ളേരൊന്നല്ല. പുതിയ പ്രൊജക്ടുകളും സ്വന്തം പാട്ടുകൾ പിറന്ന കഥയും സുഹൃത്ത് വലയവും പ്രണയവുമെല്ലാം പ്രേക്ഷകരുമായി വേടൻ പങ്കുവച്ചു. ഒപ്പം ഒരു പിടി പാട്ടുകളും. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.